സ്പോൺസേഡ് ബൈ കണ്ടംകുളത്തി ബോണോ കെയർ ക്യാപ്സൂളുകൾ. സന്ധിവേദനയോട് സന്ധിയില്ലാതെ. കേരള വിഷൻ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2016. നമസ്കാരം. കേരള വിഷൻ ബോണോ കെയർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2016 എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ ഗ്രാൻഡ് ഫിനാലെ നവംബർ 25 നടക്കുന്നത്. 50 ഷോർട്ട് ഫിലിംസിൽ നിന്ന് 10 ഷോർട്ട് ഫിലിംസ് ആണ് ഷോർട്ട് ലിസ്റ്റഡ് ആയിരിക്കുന്നത്. ഈ 10 ഷോർട്ട് ഫിലിംസിനെയും ഡയറക്ടേഴ്സിനെ പരിചയപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അവരുടെ ഷോർട്ട് ഫിലിംസിനെ കുറിച്ച് അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ അതിൽ നിന്ന് ദി ബെസ്റ്റ്, എല്ലാ കാറ്റഗറിയിൽ നിന്നും ദി ബെസ്റ്റ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ജഡ്ജിംഗ് പാനലിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ജഡ്ജസ് ആണ് എത്തി നിൽക്കുന്നത്. സ്വാഗതം ചെയ്യാം മിസ്റ്റർ ജയസൂര്യ, മിസ്റ്റർ ഐലിയൻ. സോ നമുക്കിപ്പോൾ ഗ്രാൻഡ് ഫിനാലിലേക്ക് തിരഞ്ഞെടുക്കുന്ന പറയുമ്പോൾ ആദ്യത്തെ കണ്ടസ്റ്റന്റ് എന്ന് തന്നെ പറയാം. സോ കണ്ടസ്റ്റന്റ് ആയിട്ട് ആദ്യം എത്തിയിരിക്കുന്നത് റാം പാർത്ഥനാണ്. അദ്ദേഹത്തിന്റെ ഷോർട്ട് ഫിലിമിന്റെ പേര് ഗർ വാപസി എന്നാണ്. ഒരു ഹിന്ദി നെയിമാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട് അദ്ദേഹം ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അദ്ദേഹത്തിനോട് തന്നെ നിങ്ങൾക്ക് ചോദിച്ചറിയാം. എന്താണ് ഇതിന് ഈ പറഞ്ഞ പോലെ ഹിന്ദി പേരിടാൻ കാരണം? ഞങ്ങൾ ഫസ്റ്റ് ഈ ഷോർട്ട് ഫിലിമിന് ചൂസ് ചെയ്തിരുന്നത് കമല എന്നുള്ള പേര് തന്നെ യൂസ് ചെയ്തത്. ആ ക്യാരക്ടറിന്റെ നെയിം തന്നെയാണ് ഷോർട്ട് ഫിലിമിന് പ്ലാൻ ചെയ്തത്. നമ്മൾ ഏകദേശം ഷൂട്ടിനോട് അടുത്തുകൊണ്ടിരുന്നതാണ് ഞാൻ ഈ ഗർഭപസീൻ എന്ന് പറയുന്ന ഏതൊരു ആർട്ടിക്കിൾ ഞാൻ വായിക്കുന്നു. ആ പേര് നമ്മുടെ എൻ്റെ ഈ സ്റ്റോറിയുമായിട്ട്, ഈ കഥയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിന്നു. ഓരോരുത്തർക്കും കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ എന്താണ് അതിനെ മീൻ ചെയ്യാൻ ഉദ്ദേശിച്ചു. അങ്ങനെ ഗർഭപസി ഞാൻ എൻ്റെ റൈറ്ററായ ഷാജി പുള്ളിയോട് ഞാൻ സംസാരിച്ചത് നമുക്കത് ആപ്റ്റാണ്, ആ ടൈറ്റിൽ ആപ്റ്റാണ്, അത് നമുക്ക് ചൂസ് ചെയ്യാം. അതിനോട് ബന്ധപ്പെട്ട് തന്നെ ഈ ഗർഭപസി എന്ന് പറയുന്ന ടൈറ്റിനോട് ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് ചോദ്യങ്ങളും ഇതേപോലെ തന്നെ വന്നിരുന്നു. എന്തോ അങ്ങനെ വന്നത്, ഞങ്ങളെ വേറെ ഏതെങ്കിലും രീതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എന്നൊക്കെ ചോദ്യങ്ങൾ വന്നിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒന്നുമല്ല. അത് എൻ്റെ ഈ ഷോർട്ട് ഫിലിമിൽ ക്ലിയർ ആയിട്ട് മറ്റു യാതൊരു പ്രശ്നങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. എനിക്ക് എന്താണോ പറയാനുള്ളത് അത് ആ ടൈറ്റിലൂടെ ഞാൻ കൃത്യമായി കാണിച്ചിട്ടുണ്ട്. ഈ സ്റ്റോറി ചൂസ് ചെയ്യാനുണ്ടായ ഒരു കാരണം എന്താണ്? ഈ ഒരു സ്റ്റോറിയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ക്യാരക്ടേഴ്സിനെ കുറച്ച് നല്ലൊരു സബ്ജക്റ്റ് നമ്മൾ ചെയ്യുക, ആൾക്കാർ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഒരുപാട് സ്റ്റോറീസ് പറഞ്ഞു. അതിൽ നല്ല സ്റ്റോറീസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ പറഞ്ഞതിലെല്ലാം ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്, കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂഷണത്തിന് വിധേയരാകുന്ന കുറേ ആൾക്കാരുടെ. അപ്പൊ എന്തുകൊണ്ട് നമുക്കത് ചൂസ് ചെയ്യാം? നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അതിലൂടെ എല്ലാം നമുക്ക് ഈ മീഡിയയിലൂടെ എത്തിക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചാൽ ഇല്ല. എങ്കിലും ഒരു വിധത്തിൽ ഞാൻ എടുത്ത ആ ഒരു സ്റ്റോറി കുറച്ചെങ്കിലും നന്നായിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ പുള്ളിയോട് സംസാരിച്ചു. പുള്ളി അതിനെ ഡെവലപ്പ് ചെയ്യായിരുന്നു. അങ്ങനെയാണ് ഇത് ഈ ഒരു സ്റ്റോറിയിലേക്ക് തന്നെ. എത്രാമത്തെ ഷോർട്ട് ഫിലിമാണ്? ഇതിന്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം. ഫസ്റ്റ് ഷോർട്ട് ഫിലിം. മൂവീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. വർക്ക് ചെയ്യണോ അവിടെ? ഞാൻ ഫിലിമിൽ തന്നെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എവിടെയാണ് താങ്കൾ കോംപ്രമൈസ് ചെയ്തു എന്ന് തോന്നുന്ന ഏരിയ എന്തായാലും ഉണ്ടാവും? തീർച്ചയായും അതിൽ കോംപ്രമൈസ് ചെയ്തു എന്ന് തോന്നുന്ന ഏരിയ ഏതാണ്? കോംപ്രമൈസ് ചെയ്തു എന്ന് തോന്നിയത് ഇപ്പൊ ഒന്ന് ഈ ആദ്യം ഞാൻ എടുത്ത ഒരു ചലഞ്ച് ഈ 3 ഫ്രഷ് ആയിട്ടുള്ള 3 ക്യാരക്ടറിനെ ആർട്ടിസ്റ്റിനെ വെച്ചു എന്നുള്ളത്. അത് അവരിൽ ഞാൻ കുറച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളത് അവരെന്നോട് മാക്സിമം പ്രൊട്ടക്ട് ചെയ്തു. അതിൽ ചിലയിടത്തൊക്കെ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു. കാരണം ഒന്ന് സിറ്റുവേഷൻ വന്നു, ഷോർട്ട് ഫിലിം ഫണ്ട് കാര്യങ്ങളെല്ലാം നമുക്ക് പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഫ്രണ്ട്സ് തന്നെ ആണെങ്കിലും ചില ടൈമുകളിൽ ഫണ്ട് മാറുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും. കാരണം ഇതേ ഫണ്ട് തന്നെ നമ്മളോട് തിരിച്ചും ചോദിക്കും. പ്രൊഡ്യൂസർ തന്നെ ആണെങ്കിലും നമ്മളോട് തിരിച്ചും ചോദിക്കും. അതെല്ലാം ഔട്ട് ആയതിനു ശേഷമായിരിക്കും നമ്മളോട് ചോദിക്കുന്നത് ഇത്രയൊക്കെ വേണമായിരുന്നു. കാരണം ഇതിന് തിരിച്ചൊരു റിട്ടേൺ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമുകൾക്ക് ഇല്ല. ഏതെങ്കിലും ഫെസ്റ്റിവലിൽ കളിച്ച് കാസ്റ്റിംഗിലാണ് താങ്കൾ കോംപ്രമൈസ് ചെയ്തിരിക്കുന്നത്? അതിൽ ഞാൻ എന്റെ ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ കോംപ്രമൈസ്. എന്നിട്ട് കാണുമ്പോൾ നമുക്കും തോന്നിയത് കമല എന്ന് പറയുന്ന ആ ക്യാരക്ടറുടെ ഒപ്പം നിൽക്കാൻ വേണ്ടി മറ്റു 2 ക്യാരക്ടേഴ്സും ബുദ്ധിമുട്ടുന്നതായിട്ടുള്ള ഫീൽ ചെയ്യുന്നുണ്ട് കാണുമ്പോൾ. ഉണ്ടാവുക. അതുകൊണ്ടാണ് ചോദിച്ചത്, അത്ര ഒരു കോംപ്രമൈസിന് ആവശ്യം ഉണ്ടായിരുന്നോ? അല്ല, എനിക്ക് ഈ ഗർഭാപസി ഉണ്ടായത് ആ കൂടെ നിന്ന 2 പേരില്ലെങ്കിൽ ഗർഭാപസി ഉണ്ടാകില്ലായിരുന്നു. റാം പാർത്ഥൻ. അപ്പോൾ നമുക്ക് ഷോർട്ട് ഫിലിം കാണാം അല്ലേ? കേരള വിഷൻ ബോണോ കെയർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2016 റാം പാർത്ഥന്റെ ഗർ വാപസി എന്ന ഷോർട്ട് ഫിലിം നമുക്ക് കാണാം.
Short Film Festival 2016. ആരാടാ സുനി? നിങ്ങളുടെ സ്ഥിരം കുറ്റി തന്നെ. നീ എവിടെ പോയടാ? ടൗണ് വരെ ഓട്ടം കിട്ടിയതേ. നിന്റെ മേലെ എന്നാടി മണസോപ്പ് മണക്ക്. മണക്കോപ്പ് ഉള്ള ഉടുതുണിയും വേണ്ടെന്ന് വെക്കും. കമല പണ്ടേ ഈ ദേഹം വിട്ട് ഇറങ്ങിയോളാ. പാള, ഒരു ചുമട് ജീവിതം. കുടിവെള്ളം ചുമന്ന് തലത്തഴമ്പ് വന്ന ഒരു സാധു ജീവി. പരമകാരുണ്യവാനായ തമ്പുരാന്റെ മെമ്മറിയിലല്ലാതെ പാള ഒരു മനുഷ്യജീവിയാണെന്നതിൻ്റെ ഒരു രേഖയും തിരിച്ചറിയൽ കാർഡായോ ആധാർ കാർഡായോ ഇല്ലെന്ന് മാത്രമല്ല, വോട്ടർ പട്ടികയിലോ ചുമന്ന റേഷൻ കാർഡിലോ സംഭവിക്കാറുള്ള മനഃപൂർവ്വമല്ലാത്ത ഒരു കൈപ്പിഴയായിട്ട് പോലും ഈ സാധു ഉൾപ്പെട്ടിട്ടില്ല. പാളയ്ക്ക് കൂട്ട് കലവും, കലത്തിനു കൂട്ട് പാളയും മാത്രം. ഇത്രേ ഉള്ളോടി. ഇതിനു മേലെ വേണമെങ്കിൽ ഞങ്ങൾ വേറെ ആളെ കൊണ്ടുവരുത്ത്. പെണ്ണ് പെണ്ണായിട്ട് ഇറങ്ങിയ ഇരട്ടിക്ക് പിടി. ഏതൊരു മാതിരി പന്നി പാമ്പി കിടന്ന് നിരങ്ങുന്നവളുമാരെ പോലെ. ഓ പിന്നെ വലിയ പുള്ളിയോട് ക്യൂ നിൽക്കുമല്ലേ. കടത്തിണ്ണെ കിടക്കുന്ന ചണ്ടികൾക്ക് ഈ കമലേ മതി. ഫോട്ടോടി. കമല നിൽപ്പ് സമരവും പാള ചുമടില്ലാത്ത നടപ്പ് സമരവും തള്ളി നീക്കുന്നതിനിടെ ഒരു പട്ടാപ്പകല്.
അവരുടെ കൈക്ക് നല്ല തണുപ്പാ. കോടമഞ്ഞ തണുക്കൂടാ മോളെ. തണുക്കും. തണുക്കും. അവർക്ക് വേറെ ഉടുതുണിയൊന്നും കാണയില്ല. എന്നും അത് തന്നെ. അവക്കെന്തിനാണ് ഉടുതുണി? അവരവിടെ നിന്ന് വെയിൽ കൊള്ളാതെ തോട്ടപ്പണിക്ക് എങ്ങാനും കേറിക്കൂടെ? തോട്ടിപ്പണിക്ക് പാട്ടിലൊരു കടി കിടക്കുന്ന പട്ടികൾ കൂട്ടി കേറത്തില്ലടാ മോളെ. കമലയുടെ ചന്തി കാണാൻ നിന്റെ കലം പോലാ ചളുങ്ങി ചുളുങ്ങി. അത് ഇങ്ങക്ക് എങ്ങനെ അറിയാ? എനിക്കറിയാടാ. കമലെ പറ്റുകാശ് തന്നിട്ട് പോടി. പറ്റൊക്കെ നാളെ തന്നേക്കാം. ഇതോടെ ഈ വാർത്താ പ്രക്ഷേപണം കഴിഞ്ഞു. കമലയുടെ ചന്തി കാണാൻ നിന്റെ കലം പോലാ ചളുങ്ങി ചുളുങ്ങി. ഇയാൾ കണ്ടായി പേർക്കിറങ്ങിയതാ? ഇയാടെ കായുണ്ടോ? രൂപ 200 കിട്ടണം. ഇയാൾക്ക് നാവില്ലേ? ഞാൻ നിക്കണോ പോണോ? ഇയാള് പോയേ. കുണ്ടകൊന്ന് കേറുമ്പോഴാ ആളെ മെനക്കെടുത്താനായിട്ട് കോപ്പൻ. 130, 140, 150, 160, 170, 210 കുറവുണ്ടല്ലോടാ. എടാ ദേ വീപ്പ കാലിയാക്കി വെച്ചിട്ടുണ്ട്. നിനക്കെന്തിനാടാ വാടാ പുതിയ നോട്ട്? വേണം. എന്നാ അവിടെ ഉള്ളത് പുത്തൻ. എത്ര ആളുണ്ട്? 200 ഉണ്ടോ? കാശ് ആദ്യം കിട്ടണം. പോലീസ് കിടന്ന് കറങ്ങുന്നുണ്ട്. വരണോ? അണ്ണാച്ചിയുടെ ലോഡ്ജിൽ മുറിക്ക് 150. എനിക്ക് 100 കിട്ടണം. തുപ്പി 100 ഇട്ടിരിക്കുന്ന ആ കുടുസുമുടിയൊക്കെ ഭേദമാ എൻ്റെ വില. പിന്നെ ഓടുന്നതിൻ്റെ കൂലിയും കൊടുക്കണം. അതിനുള്ള കായൊക്കെ ഉണ്ടോ? ഇയാള് ശിംളനായിട്ടുണ്ട്. നല്ല മണം. ഇയാടെ പേരെന്താ? പാള. പാള? അങ്ങനെ എല്ലാരും വിളിക്കുന്നേ. പേരില്ലേ? ഉണ്ട്. അമ്പിളിക്കുട്ടിന്നാ. അതിലും നല്ലത് പാളയെന്ന് തന്നെ. ചുമ്മാടില്ലാത്ത ചാറക്കരം ചുമന്ന ഇയാടെ തല നോവില്ലേ? മൊത്തം തയമ്പ. കൊല്ലത്തൊരു തങ്ങള് മൂപ്പിന്റെ ചായക്കട ഉണ്ടായിരുന്നു, പൊയിലക്കട റോഡില്. അവിടുന്ന് പഠിച്ച പണിയാ. എന്ത് വെള്ളം ചുമക്കലോ? ഇതിലും വലിയ കലം ചുമന്നിട്ടുണ്ട്. ഇയാൾക്ക് എന്നെ ചുമക്കാൻ പറ്റുമോ?
നിങ്ങളിവിടെ കഴിയാൻ പറ്റോ? നിനക്ക് കാമഭ്രാന്താ? അല്ല, ഞാൻ ആരാന്നറിയോ? കമല. ഇയാൾ വേഗം കാര്യം കഴിഞ്ഞിട്ട് പോവാൻ നോക്ക്. കമലയ്ക്ക് കൂടെ കിടക്കാനും ചെലവിന് തരാനും ഒരു പട്ടിയുടെ സഹായം വേണ്ട. ഇവിടെ പൊറുക്കാൻ വന്നിരിക്കുന്നവൻ. വാ, കേറി വാ. എല്ലാം വലിച്ചു വാരി ഇട്ടിരിക്ക. ഇതൊന്നും കാര്യാക്കണ്ട. ഇതാ ഇയാളിങ്ങോട്ട് ഇരുന്നോ. ഇരിക്കേ. ഇവിടെ വൃത്തിയും മെനയുണ്ടായിട്ട് ആര് കാണാനാ? മുറിവാടക തന്നെ. കാര്യം കഴിഞ്ഞിട്ട് കടം പറയാൻ നിന്നാലേ എന്റെ വായിക്കുന്നത് കേൾക്കേണ്ടി വരും. കാശെട്. പെട്ടെന്നാവട്ടെങ്ങട്. മാറ്റി വേറൊന്നെടുത്തേ. ഇങ്ങനെയുള്ള ഓട്ടക്കായി ഞാൻ കുറെ കണ്ടതാ. ഇയാൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവൂല. കസ്റ്റമറിന്റെ സുഖമാ എന്റെ സുഖം. ഇയാൾ ഇരിക്കുന്നില്ലേ? നിങ്ങളിവിടെ ഒറ്റക്കാണോ? എനിക്കൊരുത്തനും പേടിയില്ല. ഞാനേ അയൂബിക്കാൻ്റെ ആളാ. അങ്ങേരൊരു പരമ പോക്കിരിയ. എന്നെ പോലെ പല അവളുമാരും അങ്ങേരെ കനപ്പിക്കാൻ വേണ്ടി പല നാട്ടിലും പണിയെടുക്കുന്നുണ്ട്. നിങ്ങളെ വിറ്റ് തിന്നുന്നവൻ ആരാ? ഇനി നിങ്ങൾ ഈ പണിക്കിറങ്ങണ്ട. ഈ മുഷിഞ്ഞ ഉടുതുണിയും മാറ്റിയേക്ക്. ഇതൊക്കെ നിങ്ങളുടെ കായിന് മേടിച്ചതാ. ബാക്കിയുണ്ട്. ഇവിടെ വെള്ളം കോരാൻ നിന്നോ പോയാ? അവനെ കണ്ടിട്ട് 2 ദിവസമായി. വേറെ നാട്ടിൽ എവിടെയെങ്കിലും പൊങ്ങിയിട്ടുണ്ടാവും. എന്താടി നമ്മളെ, നീ അവനെ വല്ലതും കാണിച്ച് പേടിപ്പിച്ച? കമല, വേണ്ട.
പാണ്ടി, നീ ഒരു പെണ്ണായ കെട്ട മണവും മാറി. ഇനി നിന്നെ ഇവിടെയുള്ള പുറമ്പോക്കുകൾക്ക് തൊട്ട് നിൽക്കാനിടുന്ന പണിയില്ല. ബംഗാളിൽ നിന്ന് ഒഡീഷയിൽ നിന്നും കുറേ ചെക്കന്മാർ വന്ന് കിടപ്പുണ്ട്. അവരുടെ കൈ പണമുണ്ട്. അവർക്ക് നിന്നെ പിടിക്കും. അതിന് നിങ്ങൾ വേറെ ആളെ നോക്കിക്കോ. എനിക്കിനി ഈ പണിയെടുക്കാൻ വയ്യ. കമല, കമല. ഉമ്മക്ക മലയുടെ മുനമ്പ് കയറാം.
ഇവിടെ ആയിട്ട് തണുത്ത് മരവിക്കുന്നുണ്ട്. അവിടെ ഞാൻ ഉണ്ടായിരുന്നു. ഒറ്റ ഇരുപ്പേ, നിങ്ങളെ ഓർത്ത്. Kerala Vision Short Film Festival 2016. കേരള വിഷൻ ബോണോക്കെയ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2016 റാം പാർത്തന്റെ ഗർ വാപ്പസി എന്ന ഷോർട്ട് ഫിലിമാണ് ഇപ്പോൾ നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ജഡ്ജസിന് കുറേ കാര്യങ്ങൾ, കുറേ കമൻസും കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ടാവും. സോ പ്ലീസ്. സിനിമ നന്നായിരുന്നു. പാർത്തൻ ആദ്യം പറഞ്ഞത് തന്നെ, അതായത് എന്താണ് ഉദ്ദേശം എന്നുള്ളത് അതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ കമല എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ എങ്ങനെയാണ് തപ്പിയെടുത്തത്? ആർട്ടിസ്റ്റിന്റെ പേര് നിഷ. നിഷ എങ്ങനെ നേരത്തെ അഭിനയിച്ചിട്ടുണ്ടോ, ഒരു പരിചയമുണ്ടോ, എങ്ങനെയാണ്? നിഷ ഞാൻ നേരത്തെ ചെയ്ത ഒരു മൂവിയിൽ ചെറിയ റോൾ ചെയ്യാൻ വന്നു. പക്ഷെ അതുകൊണ്ട് നിഷയെ ചൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ക്യാരക്ടറിനെ ഇങ്ങനെ തപ്പിപ്പോയപ്പോൾ നിഷയെ പെട്ടെന്ന് ഓർമ്മ നിഷയെ ഏൽപ്പിക്കുകയായിരുന്നു. നിഷ ഏൽപ്പിച്ചതിന് ശേഷം നിഷ അത് വളരെ നന്നായി കൈകാര്യം ചെയ്തു. അതെ, അത് തന്നെയാണ് ഞങ്ങൾക്കും തോന്നുന്നത്. വളരെ നന്നായി അവർ കൈകാര്യം ചെയ്തു. അതുകൊണ്ടാണ് ചോദിച്ചത് അവരുടെ കാര്യം. നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്യുമ്പോൾ എനിക്കും കോൺഫിഡൻസ് ഇല്ല. കാരണം ഞാൻ ഒരു മൂവി നേരത്തെ ചെയ്തിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ചെയ്തൊരു മൂവിയിൽ ഒരു ചെറിയ റോൾ ചെയ്യാൻ വന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഫണ്ടിന്റെ അവസ്ഥയും കൂടെ വെച്ച് ചെറിയ രീതിയിൽ, പക്ഷെ അത് നന്നായി ചെയ്തപ്പോൾ എനിക്ക് സംതൃപ്തിയായി. ഇതാണ് കമലയാണ് സിനിമ. അതാണ് കമലയെ കുറിച്ച് ചോദിച്ചത്. മാക്സിമം കമലമാർ ഉണ്ടാകാതിരിക്കട്ടെ, ആരെയും ചൂഷണം ചെയ്യാതിരിക്കട്ടെ, എല്ലാവരും നന്നായി പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും ഈ ലോകത്ത് ജീവിക്കട്ടെ. അതാണ് നമ്മൾ അതിലൂടെ ചൂഷണം ചെയ്യാതിരിക്കട്ടെ. ലോക സംസ്ഥ സുഖിനപ്പോ പാർത്തന്റെ ആഗ്രഹം സാധിക്കട്ടെ. സോ 10 ഷോർട്ട് ഫിലിംസിൽ ഒരു ഷോർട്ട് ഫിലിമായിട്ട് റാം പാർത്തന്റെ ഗർ വാപ്പസി സെലക്ട് ആയിട്ട് ഇരിക്കുകയാണ്. സോ ഗ്രാൻഡ് ഫിനാലെ എത്തി നിൽക്കുമ്പോൾ റാം പാർത്തന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. കേരള വിഷൻ ബോണോക്കെയ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2016 എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്ന് ഇവിടെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ഷോർട്ട് ഫിലിമായി അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. സ്പോൺസേഡ് ബൈ കണ്ടംകുളത്തി ബോണോ കെയർ ക്യാപ്സൂളുകൾ. സന്ധിവേദനയോട് സന്ധിയില്ലാതെ.